ഡിഫൻസിന്റെ അനലൈസിസ് പ്രകാരം മൂന്നാം ലോകമഹായുധം എന്നത് റഷ്യ, യുക്രൈൻ, കാശ്മീർ, കൊറിയ, തായ്വാൻ ഈ 4 സ്ഥലത്തിൽ നിന്ന് എവിടെ നിന്നാണെങ്കിലും നടക്കാൻ സാധ്യതയുണ്ട് എന്നതാണ്. എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ, പാലസ്തീൻ കൂടി ചേർന്ന് 5ാമതൊരു സ്ഥലം കൂടി വന്നു. ശരിക്കും ഈ 5 സ്ഥലങ്ങളിൽ 2 സ്ഥലത്തെ സ്ഥിതി വളരെയധികം മോശമാണ്. അതാണ് റഷ്യ, യുക്രൈനും ഇസ്രായേൽ, പാലസ്തീനും. ഫ്രഞ്ച് അസ്ട്രോളജർ നോസ്ട്രാഡാമസ് പറഞ്ഞിരുന്നു അത്രേ 2023 വർഷത്തിൽ ഭൂമിയിൽ വലിയൊരു യുദ്ധം നടക്കുമത്രേ. എന്നാൽ നോസ്ട്രാഡാമസ് പറഞ്ഞത് മാറ്റിവെച്ചാൽ ഇപ്പോൾ ജിയോ പൊളിറ്റിക്കൽ സാഹചര്യങ്ങൾ അനുസരിച്ച് മൂന്നാം ലോകമഹായുധം എങ്ങനെ നടക്കും? അത് നടക്കുമോ? ഇതിൽ ഇന്ത്യയുടെ മിത്രങ്ങൾ ആരൊക്കെയാണ്, ശത്രുക്കൾ ആരൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇന്ത്യയുടെ ശത്രുവായി ചൈനയെ നോക്കുകയാണെങ്കിൽ ചൈന നമ്മുടെ പുറകിലാണ്. എങ്കിലും ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ ചൈനയെ നേരിടാൻ ഇന്ത്യയുടെ കയ്യിൽ ഒരു സീക്രട്ട് വെപ്പൺ ഉണ്ട്. ആ ആയുധം വെച്ച് ഇന്ത്യക്ക് ചൈനയെ ഓടിക്കാൻ കഴിയുമോ? ആ ആയുധം ഏതാണ്? അങ്ങനെ യുദ്ധം ചെയ്യാൻ ഇന്ത്യ എത്ര വരെ സജ്ജമാണ്? തുടങ്ങിയ ധാരാളം കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഇപ്പോഴുള്ള ഒരു സാഹചര്യം പറയുകയാണെങ്കിൽ റഷ്യയും യുക്രൈനും തമ്മിൽ മൂന്നാം ലോകമഹായുധമായി മാറുന്ന സാഹചര്യത്തിലാണ് എന്ന് വേണം പറയാൻ. എന്താണെന്ന് വെച്ചാൽ ഈ യുദ്ധത്തിൽ മൊത്തം രാജ്യങ്ങളും ഇൻഡയറക്റ്റ് ആയി ഇൻവോൾവ്ഡ് ആണ്. തോറ്റേടേണ്ട ഒരവസ്ഥ വരികയാണെങ്കിൽ പുടിൻ ന്യൂക്ലിയർ ബട്ടൺ അമർത്താൻ ഒട്ടും ആലോചിക്കുകയുമില്ല. അതുപോലെ മറ്റൊരു സൈഡിൽ ചൈന, തായ്വാൻ, നോർത്ത് കൊറിയ, സൗത്ത് കൊറിയ അവരുടെ ഹോട്ട്സ്പോട്ടുകൾ ആക്റ്റീവ് ആയിട്ടുണ്ട്. അതിൽ നോർത്ത് കൊറിയ യുദ്ധം ചെയ്യാൻ റെഡിയായി നിൽക്കുന്നു. ആദ്യം മുതലേ നോർത്ത് കൊറിയയ്ക്ക് സൗത്ത് കൊറിയയോടും ജപ്പാനോടും പ്രശ്നങ്ങളാണ്. ഇവരുടെ അടുത്ത് ഏതാണ്ട് 40ഓളം ന്യൂക്ലിയർ വെപ്പൺസും ഉണ്ട്. അമേരിക്കയെ നശിപ്പിക്കാൻ കഴിയുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ വരെയുണ്ട്. ഒരുപക്ഷെ നോർത്ത് കൊറിയ ജയിക്കുകയാണെങ്കിൽ സൗത്ത് കൊറിയ, ജപ്പാൻ തുടങ്ങിയ അമേരിക്കയുടെ മിത്ര രാജ്യങ്ങൾ നശിച്ചു പോകും. ഇത് മറ്റൊരു ലോകം ഉടലെടുക്കാൻ കാരണമാകും. ഇതിലും വലിയൊരു ഹോട്ട്സ്പോട്ട്, മൂന്നാം ലോകമഹായുദ്ധത്തിനെ ഈസിയായി ടാർഗറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഹോട്ട്സ്പോട്ട് സൗത്ത് ഏഷ്യയിലെ ഹിമാലയത്തിലുണ്ട്. അതാണ് കാശ്മീർ. ഇവിടെ ഇന്ത്യ പാകിസ്ഥാൻ, ഇന്ത്യ ചൈന ഒരു വലിയ യുദ്ധമായി മാറും. ഈ യുദ്ധത്തിൽ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ആഘാതമേൽക്കും. ഇപ്പോൾ ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം ഒരു മൂന്നാം ലോകമഹായുദ്ധം തുടങ്ങാൻ കാരണമായ സ്ഥലങ്ങളാണ്. അങ്ങനെ ഒരു യുദ്ധം തുടങ്ങുകയാണെങ്കിൽ ഏതൊക്കെ രാജ്യങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യും, ഏതൊക്കെ രാജ്യങ്ങൾ നമ്മൾക്ക് എതിരെ തിരിയും? ഉദാഹരണത്തിന് 1971 യുദ്ധത്തിൽ സോവിയറ്റ് യൂണിയൻ ഇന്ത്യക്ക് സഹായം ചെയ്തിരുന്നുവെങ്കിൽ ആ യുദ്ധത്തിന്റെ പരിണിത ഫലമെന്ന് ഒരു വേറെ രീതിയിൽ തന്നെയായിരുന്നേനെ. എന്നാൽ പാകിസ്ഥാൻ അമേരിക്കയുടെ സഹായത്തോടെ ഇന്ത്യക്ക് ധാരാളം നഷ്ടം വരുത്തിവെച്ചു. അതുകൊണ്ടൊക്കെ തന്നെ മൂന്നാം ലോകമഹായുദ്ധത്തിൽ മിത്രരാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ടത് വളരെ മുഖ്യമായ കാര്യമാണ്. ഫ്രാൻസ്, ഇസ്രായേൽ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ന് ഇന്ത്യയുടെ മിത്രങ്ങളാണ്. റഷ്യ കൂടി അന്ന് നമുക്ക് സപ്പോർട്ടായിരുന്നു. എന്നാൽ കുറച്ചായി റഷ്യ ചൈനയെ കൂടുതലായി ആശ്രയിക്കേണ്ടതായി വരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെയും ചൈനയുടെയും ഇടയിൽ റഷ്യ ആർക്കും സപ്പോർട്ട് ചെയ്യാതെ മിഡിലിൽ നിൽക്കുന്നു. എന്നാൽ ഇന്ത്യ ചൈന യുദ്ധത്തിൽ അമേരിക്ക മാത്രം ഇന്ത്യക്ക് പൂർണ്ണമായും സപ്പോർട്ട് നൽകും. എന്താണെന്ന് വെച്ചാൽ ചൈനയും അമേരിക്കയുടെ ശത്രു ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ അയൽരാജ്യങ്ങളുടെ സപ്പോർട്ടും ഇന്ത്യക്ക് അത്യാവശ്യമാണ്. എന്നാൽ ബഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ അയൽരാജ്യങ്ങളിൽ ഭൂട്ടാൻ അല്ലാതെ മറ്റുള്ള എല്ലാ അയൽരാജ്യങ്ങളും ശത്രുക്കളായി മാറിപ്പോയി. ഈ രാജ്യങ്ങളെ ചൈന ഈസിയായി ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുകയും ചെയ്യും. ബംഗ്ലാദേശിലെ ചിട്ടോഗോങ് പോർട്ട്, ശ്രീലങ്കയിലെ ഹംബൻടോട്ട പോർട്ട്, പാകിസ്ഥാനിലെ ഗ്വാദർ പോർട്ട്, ഈ 3 പോർട്ടിനെ കൂടി ട്രയാങ്കിൾ ഓഫ് ഡെത്ത് എന്നാണ് വിളിക്കുന്നത്. ഇതിനെ ഏത് സന്ദർഭത്തിലാണെങ്കിലും ചൈന ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്നു. നേപ്പാൾ, മ്യാൻമാർ കൂടെ ചൈനയുമായി നല്ല ബന്ധത്തിലാണ്. ഈ അയൽ രാജ്യങ്ങളും ചൈന ഒരു മരണത്തിന്റെ ട്രാപ്പാണെന്ന വിശ്വാസത്തിൽ ഇവരുമായി ബന്ധത്തിൽ അകപ്പെട്ടു പോകുന്നു. ഈ വിശ്വാസത്തിന്റെ പേരിൽ ഇന്ത്യയിലെ എതിരെ പോരാടാൻ ചൈനയെ സഹായിച്ചാൽ ഇന്ത്യ 2 സൈഡിൽ നിന്നുള്ള യുദ്ധം മാത്രമല്ല 3 സൈഡിൽ നിന്നും അടിക്കേണ്ടതായി വരുന്നു. എന്താണെന്ന് വെച്ചാൽ 2 സൈഡിൽ നിന്ന് പാകിസ്ഥാൻ ചൈനയെ ഒരേ സമയത്ത് എതിർക്കുകയാണെങ്കിൽ താഴെ സമുദ്രത്തിൽ ചൈനീസ് നേവിയോടെ പോരാടേണ്ടി വരും. ഇത് ശരിക്കും ഇന്ത്യക്ക് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആയി മാറും. ഇപ്പോൾ ഇന്ത്യൻ ആർമിയിൽ 38 സൈനിക ഡിവിഷൻ ഉണ്ട്. എന്നാൽ ഒരേ സമയത്ത് പാകിസ്ഥാൻ, ചൈന അതിർത്തിയിൽ എതിരിടേണ്ടി വന്നാൽ ഏകദേശം 43 ഡിവിഷൻ വേണം. അങ്ങനെ ബോർഡറിലേക്കും നേപ്പാൾ, ബംഗ്ലാദേശ്, മ്യാൻമാറിനെ കൂടെ ഒരേ സമയം എതിർക്കണമെങ്കിൽ മിനിമം 72 ഡിവിഷൻ വേണം. ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഡബിൾ വേണമെന്നർത്ഥം. ഇന്ത്യൻ എയർഫോഴ്സിലും സെയിം ഇതേ പ്രോബ്ലം ആണുള്ളത്. ഇപ്പോൾ നമ്മുടെ അടുത്തുള്ളത് 30 ഫൈറ്റർ സ്ക്വാഡ്രൺസ് ആണ്. എന്നാൽ ഇതിനു വേണ്ടത് 60 ഫൈറ്റർ സ്ക്വാഡ്രൺസ് ആണ്. ഇന്ത്യൻ നേവിയിലും ഇതുപോലത്തെ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇന്ത്യൻ സൈനികർക്ക് എന്താ കഴിവില്ലേ, 2ാം ലോകമഹായുധം അവരെങ്ങനെ നേരിട്ടു? എന്നാൽ ഈ വീഡിയോയുടെ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഇന്ത്യയുടെ അടുത്ത് ഒരു സീക്രട്ട് വെപ്പൺ ഉണ്ട്. അതുവഴി ഇന്ത്യ ചൈനയെ ഈസി ആയിട്ട് ഓടിക്കും. അതാണ് ഇന്ത്യയുടെ ജിയോഗ്രഫി, ഹിമാലയം. ഹിമാലയം നമ്മുടെ ഭാരതത്തെ ഇംപെനിട്രബിൾ ഡിഫൻസായി കാത്തുരക്ഷിക്കും. അതായത് ഒരു ശത്രുവിനും ഭാരതത്തിലേക്ക് കയറാൻ സാധിക്കുകയില്ല എന്നർത്ഥം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 3ാം ലോകമഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പ്രൈമറി എനിമി എന്ന് പറയുന്നത് പാകിസ്ഥാൻ അല്ല,
അത് ചൈനയാണ്. ഈ ഹിമാലയൻ ചൈനയ്ക്ക് ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആയി മാറും. ടിബറ്റിൽ ചൈനയുടെ എയർലൈൻസ് എല്ലാം ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയനിലാണ് ഉള്ളത്. ഇവിടെ ഓക്സിജൻ ധാരാളം കുറവാണ്. അതുകൊണ്ട് തന്നെ ജെറ്റ് ഏകദേശം 50% ഉയരത്തിൽ മാത്രമേ പറക്കാൻ കഴിയുള്ളൂ. അതായത് 10 മിസൈലിനെ വഹിക്കേണ്ടിടത്ത് ഏകദേശം 5 മിസൈൽ മാത്രമേ വഹിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഹിമാലയത്തിന്റെ ഇപ്പുറത്തുള്ള ഇന്ത്യൻ പ്ലെയിൻസിനാവട്ടെ മൊത്തത്തിൽ ടേക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും. ഇതുവഴി ഇന്ത്യൻ ജെറ്റ്സിന് ചൈനയെ മൊത്തത്തിൽ നശിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ചൈനയുടെ അതിർത്തിയിൽ ഭാരതത്തിന്റെ ഹൈലി ട്രെയിൻഡ് വെൽ എക്യുപ്പേർഡ് മൗണ്ടൈൻ സ്ട്രൈക്ക് ഗ്രൂപ്പ്സും ഉണ്ട്. ഇവർക്ക് ഈസിയായി ശത്രുക്കളെ എതിരിടാൻ സാധിക്കും. ഈ യുദ്ധത്തിൽ ഇന്ത്യൻ നേവിയും വളരെയധികം പങ്കുവഹിക്കും. അതാണ് മലാക്ക കടലിടുക്ക്. മലേഷ്യക്കും ഇന്തോനേഷ്യക്കും ഇടയിലുള്ള ഒരു ചെറിയ കടലിടുക്കാണ് മലാക്ക സ്ട്രെയിറ്റ്. ചൈനയ്ക്ക് ഇന്ത്യയിലേക്ക് വരാനും തിരിച്ചു പോകാനും ഇത് മാത്രമാണ് ഏക മാർഗം. ഇതിനെ ഇന്ത്യൻ നേവി ബ്ലോക്ക് ചെയ്താൽ ചൈനയെ ഓൾമോസ്റ്റ് വിജയിച്ചു എന്നർത്ഥം. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യുദ്ധത്തിൽ ക്വാഡ് ഗ്രൂപ്പിംഗും ഇന്ത്യയെ സഹായിക്കും. ക്വാഡ് ഗ്രൂപ്പിംഗ് എന്നാൽ ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ ആൻഡ് USA ഈ 4 ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു കൂട്ടായ്മയാണ് ക്വാഡ് ഗ്രൂപ്പിംഗ്. ഈ ബന്ധം ഇന്ത്യ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ ചൈനയെ തുരത്തി ഓടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ യുദ്ധത്തിൽ നമ്മുടെ സൈനികരുടെ ആത്മാർത്ഥതയും വളരെ വലുതാണ്. ചൈനയിലെ സൈനികരെ നിർബന്ധിച്ചാണ് സൈന്യത്തിൽ ചേർക്കുന്നത്. എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്തെ ജീവനതുല്യം സ്നേഹിക്കുന്നവരാണ് സൈന്യത്തിൽ ചേരുന്നത്. നമ്മുടെ രാജ്യത്തെ ജീവനതുല്യം സ്നേഹിക്കുന്നവരാണ് നമ്മുടെ സൈനികർ. അതുകൊണ്ട് തന്നെ അവരുടെ ആത്മാർത്ഥതയും വളരെ വലുതാണ്. അതുപോലെ തന്നെ യുദ്ധം വിന്റർ സീസണിലാണെങ്കിൽ പോരാടാൻ ചൈനയ്ക്ക് വളരെയധികം കഷ്ടമാണ്. എന്നാൽ നമ്മുടെ സൈനികർ അതിനും സജ്ജമാണ്. ഇനി പാകിസ്ഥാനിലോട്ട് വന്നാൽ ഏറ്റവും വലിയ പ്രശ്നം അവരുടെ സൈന്യമല്ല, അവരുടെ ന്യൂക്ലിയർ വെപ്പൺസ് ആണ്. ഇന്ത്യയെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ പാകിസ്ഥാൻ ന്യൂക്ലിയർ വെപ്പൺസിനെ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. പാകിസ്ഥാൻ ഇന്ത്യയെ ചെറുത്തു നിൽക്കണമെങ്കിൽ ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളെല്ലാം പാകിസ്ഥാന്റെ കൺട്രോളിൽ കൊണ്ടുവരേണ്ടതായി വരും. അതൊരിക്കലും നടക്കുകയില്ല. ഇന്ത്യയുടെ സൈനികർ അതിനൊരിക്കലും അനുവദിക്കുകയില്ല. ഒരുപക്ഷെ ഇന്ത്യൻ സൈന്യത്തിന് നേരെ ന്യൂക്ലിയർ വെപ്പൺസ് പ്രയോഗിക്കാൻ തുടങ്ങിയാൽ അത് സ്വന്തം തലയ്ക്ക് മീതെ പ്രയോഗിച്ച പോലെ ആയിത്തീരും. കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവന് തന്നെ അത് ആപത്താണ്. ബുദ്ധിയുള്ള ഒരു രാജ്യവും അതിന് മുതിരുകയില്ല. അത് മാത്രമല്ല, ഇതെല്ലാം കണ്ടുകൊണ്ട് ഇന്ത്യ കൈകെട്ടി നോക്കി നിൽക്കുകയില്ല എന്ന് പാകിസ്ഥാൻ അറിയാം. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഒരിക്കലും അവരുടെ ന്യൂക്ലിയർ വെപ്പൺസിനെ ഉപയോഗിക്കുകയില്ല. ഈ യുദ്ധത്തിൽ ഇന്ത്യയുടെ സൈനിക ബലവും ബുദ്ധിയും ഒരുപോലെ ഉപയോഗിക്കേണ്ടതായി വരും. ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കണം. നമ്മുടെ ഇന്ത്യ ഒരു നോൺ അഗ്രസീവ് കൺട്രിയാണ്. അതായത് അങ്ങോട്ട് കയറി ആരെയും ആക്രമിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടാറില്ല. ഒരു യുദ്ധം ആരംഭിക്കാൻ ഇന്ത്യ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത്, ഇത് യുദ്ധം നടക്കേണ്ട സമയമല്ല, അഭിവൃദ്ധി നടക്കേണ്ട സമയമാണ്. 3-ാം ലോക മഹായുദ്ധം എന്നത് ലോക ജനതയെ മുഴുവൻ ഭീതിയിലാഴ്ത്തുന്ന ഒന്നാണ്. എന്നാൽ ഇതിൽ ഇന്ത്യക്ക് യാതൊരു പങ്കുമില്ല. യുദ്ധം നടത്താൻ ഇന്ത്യ ഒരിക്കലും ആഗ്രഹിക്കാറില്ല. സമാധാനമാണ് ഇന്ത്യയുടെ പാത. ഒരുപക്ഷെ 3-ാം ലോക മഹായുദ്ധം നടന്നാൽ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യ വളരെ മെച്ചപ്പെട്ട അവസ്ഥയിലായിരിക്കും. അമേരിക്കയും ചൈനയും റഷ്യയും കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ 4ാമത്തെ സൈന്യമാണ് ഇന്ത്യക്കുള്ളത്. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യക്ക് മികച്ച ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും ഉണ്ട്. ഇന്ത്യയുടെ പകുതിയിലധികവും സമുദ്രങ്ങളാലും ബാക്കിയുള്ളത് പർവ്വത നിരകളാലും ചുറ്റപ്പെട്ടിരിക്കുന്നു. ഇന്ത്യ ഒരു ആണവ ശക്തിയാണ്. ആണവ യുദ്ധമുണ്ടായാൽ ഇന്ത്യ മിണ്ടാതിരിക്കുകയില്ല. റഷ്യയുമായും അമേരിക്കയുമായും ഇന്ത്യക്ക് നല്ല ബന്ധമുണ്ട്. നമുക്കെതിരെ യുദ്ധം ചെയ്യാൻ ചൈനയ്ക്കും സഖ്യകക്ഷികൾക്കും മാത്രമേ കഴിയൂ. നെപ്പോളിയൻ ബോണപ്പാർട്ട് പറഞ്ഞിട്ടുള്ളത്, ഒരു സൈന്യത്തിന്റെ ഫലപ്രാപ്തി അതിന്റെ വലിപ്പം, പരിശീലനം, അനുഭവം, മനോവീര്യം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. മറ്റ് ഘടകങ്ങളെക്കാളും മനോവീര്യം വിലമതിക്കുന്നു. ഇന്ത്യൻ സൈനികരുടെ ആത്മവീര്യത്തെ വില കുറച്ച് കാണാനാകില്ല. ഇന്നത്തെ ഇന്ത്യ പഴയതുപോലെയല്ല. എന്താണ് സഹിക്കേണ്ടതെന്നും എന്ത് സഹിക്കണമെന്നും ഇപ്പോൾ നമുക്കറിയാം. സൈനിക ശക്തി കൂട്ടാൻ ഇന്ത്യ മടിക്കുന്നില്ല. സർജിക്കൽ സ്ട്രൈക്കും ഡോക്ലാം സ്റ്റാൻഡ് ഓഫും 2 ഉദാഹരണങ്ങളാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.